ദാസന്റെ നാട്ടിലേക്ക് കോഴിക്കോടെത്തിയ എല്ലാ ചങ്കുകൾക്കും നല്ലൊരു വണക്കം. ഒമറിക്ക നമ്മളെ ചങ്കാണ്. എന്റെ ആദ്യ സിനിമയുടെ ഡയറക്ടറാണ് ഒമറിക്ക. ഒമറിക്ക വിളിച്ചു പാഞ്ഞിവിടെ എത്തി. അത്രയ്ക്കുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ബാഡ് ബോയ്സ് സിനിമയുടെ കൂടുതലാണ് ചങ്കളെ. നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ. ഓണത്തെ കാണൂലേ? ബാഡ് ബോയ്സ് കാണൂലേ ചങ്കളെ? ഓണം റിലീസാണ്. പൊളിക്കല്ലേ? കണ്ടിരിക്കും എന്നാണ് അവരെല്ലാം പറയുന്നത്. ദാസേട്ടാ നമ്മുടെ സ്റ്റൈലെന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ വീഡിയോ സ്റ്റൈലെന്ന് പറഞ്ഞു. അതെ ഉമ്മർക്ക വിളിച്ചു, ഞമ്മള് വന്നു. ബാഡ് ബോയ്സ് അടിച്ചു പൊളിക്കും ഞമ്മള്. എല്ലാരും സിനിമക്ക് നാട്ടെ കാട്ടാട്ടി പോരാ. പെണ്ണുങ്ങളെ കുട്ടികളെ എല്ലാരും കൂട്ടിയിട്ട് അതല്ലേ വേണ്ടത്? അത് തന്നെ അതാണ് വേണ്ടത്. അല്ലാത്ത ജാതിനെ വെച്ച് ഫോൺ വെച്ചെടുക്കാത്തോലെ. രണ്ടാൾക്കും ഒരു പാട്ട് കൂടെ തന്നാലും നമുക്ക് ഒന്നുകൂടെ. ഞാൻ നിങ്ങൾക്ക് ഒരു പാട്ട് കൂടെ തന്നാലോ? എനിക്ക് വന്നോ? അല്ലെങ്കിൽ വിളിച്ചോ, ആരെങ്കിലും വിളിച്ചോ. നിങ്ങളുടെ ചെങ്ങായിമാരും കുറെ പേരില്ലേ? ഒരു കളി കളിക്കോ? നമ്മളെ ഈ സമയം കൊണ്ട് അവരെത്താൻ വേണ്ടിയാണ്. എല്ലാവരും ഒത്തിരി സന്തോഷം. ഇപ്പൊ എത്തും. പാട്ട് നിങ്ങൾക്ക് ഏത് പാട്ടാണെങ്കിലും മൂപ്പർ ഓക്കെയാണ്. നല്ലൊരു പാട്ട് എനിക്ക് ഒറ്റ കാര്യം. ദാസേട്ടന്റെ കൂടെ ഈ സ്റ്റേജില് ഷിഹാബിനെ, അതായത് സ്വന്തം ജീവിതം കൊണ്ട് ഒരുപാട് ആൾക്കാരുടെ, നമ്മുടെയൊക്കെ പലപ്പോഴും പല പ്രശ്നങ്ങളും പറയുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാനുള്ള ഇന്ധനം സ്വയം ആർജിച്ചെടുത്തിട്ടുള്ള ഒരാളാണ് ഷിഹാബ്. ഷിഹാബ് ഇങ്ങനെ അവിടെ ഓക്കെ. ഷിഹാബും ആനൂറ രണ്ടുപേർക്കും നല്ലൊരു പേരുണ്ട്. ഷിഹാബിനെ നിങ്ങൾ ഒരുപാട് വീഡിയോസിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ വരെ വന്ന് സന്തോഷം. തീർച്ചയായിട്ടും കുറെ വർഷങ്ങളായിട്ട് ഷിഹാബിന് പരിചയമുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ രണ്ടുപേർക്കും ഒന്നുകൂടെ ഒരു കൈയടി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോഴിക്കോട് ഇങ്ങനെ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ആംബിയൻസ് നോക്കി ഒന്ന് മൊത്തത്തിൽ നോക്കിയേ. ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഒരുപാട് സന്തോഷം. ഞാൻ ആക്ച്വലി എപ്പോഴും വരുന്ന ഒരു സ്പോട്ടാണ് ഹൈലൈറ്റ് മാള്. ബിക്കോസ് ഇവിടെ അടുത്തന്നാണ് എൻ്റെ വീടും. പിന്നെ എന്താ പറയാ, ഞാൻ കുറെ ഇതിലുള്ള പല ആളുകളും റാൻഡംലി ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ ഒരു ഓഡിയോ ലോഞ്ചിൽ എല്ലാവരും ഒരുമിച്ച് കണ്ടതിൽ ഭയങ്കര സന്തോഷം. ബിഗ് ബോസ് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുന്നത്? ഇവിടെ എത്ര പേര് വോട്ട് ചെയ്തു ചോദിക്കും. ഓക്കെ, ഇവിടെ എത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് കൈ വന്നിക്കോ? അതെ, ഒരാള് മാത്രം. അതാണ് വോട്ട് പറഞ്ഞോടാണ് ഞാൻ ഔട്ടായത്. ഇത് കൈ പൊന്തിച്ച് വോട്ട് ചെയ്ത പലരും ഇവിടെ ഇല്ലാത്തോണ്ടായിരിക്കും. അതായിരിക്കും. അങ്ങനെയാണോ? എന്നാ ബിഗ് ബോസിലുണ്ടായ ഒരു സംഭവത്തിലേക്ക് തന്നെ പോവാം. എപ്പോഴും ക്യാമറയുടെ മുമ്പിൽ പോയി എന്നാണ് കരയുന്നത്. ഞാനൊരു ക്യാമറ ആയിട്ട് മൈക്ക് വെക്കും. ആ ബിഗ് ബോസിലുണ്ടായ ഒരു സംഭവം ഈ ക്യാമറയുടെ മുമ്പിൽ നോക്കി പറയാം. ബിഗ് ബോസ് എന്നത് കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കേക്ക് കുറെ കാര്യം പറയാനുണ്ട്. അതുകൊണ്ടാണ് നല്ലൊരു ഐഡിയ കണ്ടോ? താങ്ക് യു. എക്സ്പീരിയൻസ്. ഇനി ബിഗ് ബോസ് വിളിച്ചാൽ പോവോ? ഇനി നമുക്ക് ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. അതിനെ കുറിച്ച് ഡെഫിനറ്റ്ലി ഞാൻ പോകും. ബിക്കോസ് എനിക്ക് ഇത്രയൊരു ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഡെഫിനറ്റ്ലി ബിഗ് ബോസ് ത്രൂ ആണ്. ആ ഷോയിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ഷോനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അവിടെ നിന്നാണ് എന്താ ഷോ എന്ന് ഞാൻ മനസ്സിലാക്കിയതും. അത് ഇതിന് ആ ഒരു ക്രൂസിനും എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ അൾട്ടിമേറ്റ് വിളിച്ച് എന്തായാലും ഞാൻ പോകും. ഇതുവരെ കളിച്ചതിനേക്കാളും ബെസ്റ്റ് ആയിട്ട് കളിപ്പിച്ചു. ഒരു കാര്യം കൂടെ, ബിഗ് ബോസ് വരുന്നതിന് മുന്നേ ഉള്ള ഒരാളും ആൻഡ് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ അടുത്ത് വന്ന് ഫോട്ടോ വയ്ക്കുന്നു, സെൽഫിക്ക് വയ്ക്കുന്നു, അതൊക്കെ ഒരു ഭയങ്കര ഡിഫറൻസ് ഉണ്ടോ അല്ലെ? എത്രമാത്രം ആ ഒരു സെലിബ്രിറ്റി സ്റ്റാർഡം എൻജോയ് ചെയ്യുന്നുണ്ട്? അതെങ്ങനെ ചോദിച്ചാല്, സത്യം പറഞ്ഞ ബിഗ് ബോസിന് ഇറങ്ങിയ പാട് അതിനു മുമ്പ് ഞാൻ ഒരു ചെറിയ കുട്ടി ഇൻഫ്ലുവൻസർ ആയിരുന്നു. അപ്പം ആദ്യ സമയത്തൊക്കെ ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അവരുടെ ഫോട്ടോ എടുക്കണം അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷെ ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ആൻഷ്യസ് ആയിരുന്നു. അത് മാറി വരാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഓക്കെയാണ്. സീസണോ? തീർച്ചയായിട്ടും
ഏറ്റവും ഇഷ്ടമില്ലാത്ത ആരാന്ന് പറയണ്ട. ഇല്ല, പറയുന്നില്ല, ഇനി പറയുന്നില്ല. പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇല്ല, പറയൂല. അപ്പൊ ഒത്തിരി സന്തോഷം. അതെ. താങ്ക് യു നൂറ, താങ്ക് യു സോ മച്ച്. ഷിഹാബ് കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ മനുവിനെ കാണുന്നത്. ഇടയ്ക്ക് പഠിക്കുന്ന സമയത്ത് കാണാറുണ്ടായിരുന്നു. പിന്നെ ബിപിൻ ജോർജ് എൻ്റെ നല്ലൊരു സുഹൃത്താണ്. എനിക്ക് നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും പെട്ടെന്ന് പറയാൻ പറ്റുന്ന നല്ലൊരു സുഹൃത്താണ് ബിപിൻ ജോർജ്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ബെഡ് ബോയ്സിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ഇവന്റിലേക്ക് വരാൻ കാരണമായിട്ട്. തീർച്ചയായിട്ടും നല്ലൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പേര് തന്നെ ഒരു അറിയിച്ചല്ല. അതെ, തീർച്ചയായിട്ടും. ഷിഹാബിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഷിഹാബ് പഠിക്കുമ്പോൾ ഈ ബാഡ് ബോയ്സിലായിരുന്നു അല്ലെങ്കിൽ ഗുഡ് ബോയ്സിലായിരുന്നു? ഞാന് ഗുഡ് ബോയ് ആണെന്ന് തോന്നുന്നൊരു ബാഡ് ബോയ്സിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അടിപൊളി. കൂടുതൽ ആളുകൾ ഉണ്ടാവുക. മനു എങ്ങനെയാണ്? ഞാൻ ബാഡ് ബോയ്സിലായിരുന്നു. എപ്പോഴും നെഗറ്റീവിനുള്ള ആളുകളുണ്ട് അല്ലേ, പോസിറ്റീവ് ആളുകളുണ്ട്. കുറവാണ്. നെഗറ്റീവാണ് എപ്പോഴും നല്ലത്. അതെ അതെ, അത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. ശരി, ഞാനിപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നൂറ് പറഞ്ഞ പോലെ എത്ര പേര് നൂറിന് വോട്ട് ചെയ്തു ചോദിക്കുമ്പോൾ കുറച്ച് പേരല്ലേ ഉണ്ടായിരുന്നത്. ആ ഒരു കുറച്ച് പേരാണ് ഒരുപക്ഷെ ഇത് നൂറ് ഈ ഒരു ഫ്ലോറിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. അല്ലേ, ബാക്കി ആരും നമ്മളോട് വിളിച്ചിട്ടില്ലല്ലോ, ആരും വന്നിട്ടില്ലല്ലോ. നൂറ് മാത്രമേ വന്നിട്ടുള്ളൂ. അതിനിപ്പോ കുറച്ചാണെങ്കിലും നമ്മളെന്ത് പറയല, കുറച്ചാണെങ്കിലും ഉള്ളിന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്നേഹം ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാകണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലെ, നമുക്ക് ഓരോ മൊമെന്റും നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ജീവിതം ഒന്നേ ഉള്ളൂ അല്ലെ, ആണോ? ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് പറയാറുണ്ട്, ആണോ? അല്ല, ജീവിതം ഒരുപാടുണ്ട്. മരണം ഒന്നേ ഉള്ളൂ. ആ മരണത്തിന് മുമ്പുള്ള ഒരുപാട് നിമിഷങ്ങളാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ജീവിതം ഒരുപാടുണ്ട്. ആ ഒരുപാടുള്ള ജീവിതം ഒരുപാട് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ മനോ? ഞാൻ ഒരു ചെറിയ കാര്യം ചോദിച്ചിട്ട് അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു. Who is the most happiest person in the world? ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ആരാണ്? അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? The most happiest person in the world. അറിയോ? നമുക്കൊരു കാര്യം ചെയ്താലോ, കുറച്ച് പേര് കൈ നോക്കുന്നുണ്ട്, അവരുടെ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ പറയാൻ ആഗ്രഹമുള്ള? വേറെ ആരെങ്കിലും ഇവിടെ ആരുണ്ടോ? പറയൂ. ഞാൻ തന്നെയാണ്, ഞാനാണ് മോസ്റ്റ് ഹാപ്പി. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഷീലു എബ്രഹാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ ബാഡ് ബോയ്സ് ടീം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഞാനിത് ചോദിക്കുന്ന സമയത്ത് കുറച്ച് പേർക്കെങ്കിലും സംശയം ഉണ്ടാവും, നമ്മൾ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരാളാണോ എന്ന്. അങ്ങനെ എനിക്ക് സംശയം തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്? ഇനി സപ്പോസ് ഞാൻ പറയാണ്, ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും എനിക്കൊന്ന് ഷെയ്ക്കാൻ തരണമെന്ന് പറഞ്ഞാൽ എന്റെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് ഷെയ്ക്കാൻ തരാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടാവും. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, നമുക്കെല്ലാവർക്കും കാണാനുള്ള കഴിവും കേൾക്കാനുള്ള കഴിവും സംസാരിക്കാനുള്ള കഴിവും ചിന്തിക്കാനുള്ള ബുദ്ധിയും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ ആരോഗ്യമുള്ള ഒരു ശരീരവും നമുക്കുണ്ട്, ആണോ? ഇതൊക്കെ ഉണ്ടായിട്ട് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വേറൊരാളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം വലിയ പരാജയമായിരിക്കും. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ എനിക്കും സന്തോഷത്തോടു കൂടി പറയാൻ പറ്റും, ഞാനും ഏറ്റവും സന്തോഷമുള്ള ഒരാളാണ്. അങ്ങനെ എല്ലാവർക്കും സന്തോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ്. once again thank you all, thank you so much. പിന്നീട് ചേട്ടാ ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. താങ്ക് യു ഷിഹാബ്, താങ്ക് യു സോ മച്ച്. നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി കേട്ടോ, നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. ഒരുപാട് പേര് ചിന്തിക്കും. തീർച്ചയായിട്ടും. സോ താങ്ക് യു സോ മച്ച്. ആരെങ്കിലൊക്കെ ആയിത്തീരണം, ഓരോരുത്തരും അവരുടെ ബന്ധുക്കളായി തീരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു നല്ല ദിവസത്ത് എൻ്റെ അടുത്ത സുഹൃത്തായ ഹക്ക് സൗദിയിൽ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങളൊക്കെ ഒരുപാട് കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. നല്ല ഗായകനാണ് മുഹമ്മദ് റാഫിയുടെ. അപ്പം എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഇവിടെ പരിപാടിക്ക് സമയം എടുക്കും. ഞാൻ പറഞ്ഞ് കയറി തകർത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ പാടും. എന്തായാലും ഞങ്ങൾ ഇത്ര നേരം
ട്രാഫിക്കിൽ പെട്ടതുകൊണ്ടാണ് ഇത്രയും നേരം ഇവര് എന്റർടൈൻ ചെയ്യിപ്പിച്ചത്. എന്തെത്ര തിരക്കണ്ടത് പേടിക്കുന്നു. എന്റർടൈൻ ചെയ്യിച്ചതിന് നന്ദി അർപ്പിക്കുന്നു. ദിറംസ് അല്ലട്ടാ, എന്തായാലും സമ്മാനം തന്നെയാണ്. ഓക്കെ, താങ്ക് യു. Abramovic's Barrel, Shilu Abraham presents Bad Boys, produced by Abraham Matthew. ആ പ്രൊഡ്യൂസറാണ് നമ്മുടെ ഈ പ്രൊഡ്യൂസർ. കണ്ടില്ലേ, ആളുകൾ കണ്ടില്ലേ? താങ്ക് യു എവരിബഡി. ഞങ്ങൾ ലേറ്റായി, തീർച്ചയായിട്ടും ട്രാഫിക് കൊണ്ടാണ് ലേറ്റ് ആയത്. അത് ഞങ്ങൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. മറ്റുള്ള ആർട്ടിസ്റ്റ് ഉടനെ തന്നെ വരുന്നുണ്ട്, മാക്സിമം 5 to 7. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഇത് എത്രാമത്തെ സിനിമ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് പോകാം. കാരണം സാറ് തന്നെ പറയുകയാണെങ്കിൽ ഇത് നമ്മളുടെ 15ാമത്തെ സിനിമയാണ്. പക്ഷേ 13ാമത്തെ സിനിമയാണ് റിലീസ് ചെയ്യുന്നത്. അതെ, ബാക്കി 2 സിനിമ റിലീസ് ചെയ്യാനുണ്ട്. 2 സിനിമ റിലീസ് ചെയ്യാനുണ്ട്. ഒരെണ്ണം ഒക്ടോബർ 18 റിലീസ് ചെയ്യും, ഒരെണ്ണം നവംബർ 20 റിലീസ് ചെയ്യും. അതെ, ഇങ്ങനൊരു സിനിമ അത് ഇത്രയും കാസ്റ്റ് ഉണ്ട് ഇതിലിപ്പം ഓരോരുത്തർ പറയുകയാണെങ്കിലും മലയാളികളുടെ അത്രയും പ്രിയപ്പെട്ട ആൾക്കാരാണ്. സോ വലിയൊരു കാസ്റ്റിംഗ് ലൈനപ്പാണ് ഇതിലുള്ളത്. സോ ഇങ്ങനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു ഓണത്തിനാണ് തിയേറ്ററിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രൊഡ്യൂസറുടെ ഉള്ളിലുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഈ പടം എക്സ്പെക്ട് ചെയ്ത ഓണത്തിന് ഒരു എൻ്റർടൈനർ ആയിരിക്കും. അതാണ് നമ്മുടെ ബേസിക്കലി പ്രതീക്ഷ. എൻ്റർടൈനർ ആയിരിക്കും. കാണാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു നിരാശയും കൊടുക്കത്തില്ല. തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റിന്റെ പൈസ വസൂലായിരിക്കും. അടിപൊളി. വലിയൊരു ഉറപ്പല്ലേ? തീർച്ചയായിട്ടും. സാറ് ഇപ്പോൾ ഈ സിനിമ ഒരു 3-4 പ്രാവശ്യം കണ്ടിരിക്കുകയാണ്. അത്ര ഹാപ്പി ആയതുകൊണ്ട് നമ്മൾ കോഴിക്കോട്ടേക്ക് തിരിച്ചതാണ്. അത് സാറേ ഒരു കാര്യം കൂടെ നേരത്തെ പറഞ്ഞെങ്കിലും ഒന്നുകൂടെ ചോദിക്കുകയാണ് കോഴിക്കോടുകാരെ കേൾക്കാൻ വേണ്ടി. കാരണം നമ്മുടെ സ്വന്തം നാട്ടിൽ ഓക്കെ റഹ്മത്ത് സാർ വരുന്നുണ്ട്. റഹ്മത്ത് സാർ വരികയാണ്. റഹ്മത്ത് സാറിന്റെ ബാക്കിലൂടെ വന്നു. അപ്പൊ നമ്മുടെ നായകൻ റഹ്മാനൊക്കെ വരുവാണ്. നമ്മളൊന്ന് നല്ലൊരു കൈ കൊടുക്കാം. എവർഗ്രീൻ സ്റ്റാർ ഓഫ് മലയാളം സിനിമ, ബാഡ് ബോയ്സിന്റെ നായകൻ, ബാഡ് ബോയ്സിനെ നയിക്കുന്ന മലയാളത്തിന്റെ എവർഗ്രീൻ സ്റ്റാർ റഹ്മാൻ. പ്ലീസ് put your hands together for റഹ്മാൻ. നല്ലൊരു കൈ കൊടുക്കാം. റഹ്മാൻ കോഴിക്കോടിന്റെ മണ്ണിലേക്ക് സ്വാഗതം. അപ്പോൾ once again കോഴിക്കോടിന്റെ ഒരു കൈയടി, മലപ്പുറത്തിന്റെ ഒരു കൈയടി. ഇതാണ് സ്നേഹം. അപ്പോൾ ഇനിയും ആളുകൾ വരാണ്. അപ്പോൾ പ്രോഗ്രാമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോങ് റിലീസ് ഇതൊക്കെ പറഞ്ഞു. വേണമെങ്കിൽ കൊച്ചിയിൽ നടത്താറുണ്ട്, എവിടെ വേണമെങ്കിൽ നടത്താം. കോഴിക്കോട് നടത്തുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. കോഴിക്കോടിന്റെ മണ്ണല്ലേ? കോഴിക്കോടിന് ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. ഇതിനകത്ത് കോഴിക്കോടുകാർക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതിലൊരു ഇമോഷൻസ് ഉണ്ട്, ഒരു കണ്ടിന്യൂസ് ഫൈറ്റ് ഉണ്ട്. ബാബു ആന്റണി. ഈ ഒരു കൈയടി പോരാട്ടോ. കാരണം എത്രയോ കൊല്ലങ്ങളായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു അതിനേക്കാൾ വേദിയിലിരിക്കുന്നത്. സോ ഹൃദയത്തിൽ നിന്നുള്ള ഒരു കൈയടിയാണ് വേണ്ടത്. പ്ലീസ്. എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. എവിടെ തുടങ്ങാൻ ഇനി സാർ റഹ്മത്ത് സാറിനെ എപ്പോഴും വിളിക്കുന്നില്ല. റഹ്മത്ത് സാറിന് ഒരു വിപിനെ വിളിക്കാം. ശരി, സുധീരായിട്ട് സ്റ്റാർട്ട്. സുധീരേട്ടാ നമസ്കാരം. ഒന്ന് ഭയങ്കര സുധീർജി ഉണ്ടല്ലേ? ഗുഡ് ഈവനിങ് കോഴിക്കോട്. സൗണ്ട് പോരട്ടെ. അതാണ്
ഒത്തിരി സന്തോഷം ഇവിടെ വന്ന് നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞ ഒത്തിരി സന്തോഷം. ഞങ്ങൾ ഈ ബാഡ് ബോയ്സ് എന്നുള്ള സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് കോഴിക്കോട് ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക്. എല്ലാവരും ഈ സിനിമ കാണണം കേട്ടോ. 13 റിലീസാണ്. എല്ലാവരും കാണണം കേട്ടോ. എല്ലാവരും കാണണം. ഒരു വൻ വിജയമാക്കി മാറ്റണം. നമ്മുടെ റഹ്മാനിക്ക തകർത്ത് ആറാടിയിരിക്കുകയാണ് സിനിമയില്. സുധീരുടെ പറഞ്ഞല്ലോ കോഴിക്കോട് ആദ്യമായിട്ടാണെന്ന് പറഞ്ഞല്ലോ. ആദ്യമായിട്ട് ഈ ഹൈലൈറ്റ് കാർഡിൽ ഇങ്ങനെ ഒന്നിങ്ങനെ നോക്കിയാൽ മതി. ഈ ഒരു ക്രൗഡ് കണ്ടില്ലേ? അതെ, ക്രൗഡ് തന്നെ നിങ്ങളെ കാണുമ്പോഴേക്കും ഒത്തിരി മനസ്സിന് സന്തോഷം. 7 മണിക്ക് പറഞ്ഞതാണ്, 8:30 മണിയായപ്പോഴും ആ ക്രൗഡ് എവിടെ പോകാതെ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സുധീർ ഭായി ഒരു 4 ലൈൻ പാട്ടൊക്കെ പാടാം. സോറി, പാടാം. 4 ലൈൻ പാട്ടൊക്കെ പാടാം. സുധീർ ഭായി പാടും. പാടുന്നേ കൈയടിച്ച് പാടാനാണ് പറഞ്ഞത്. ഓക്കെ, ഏതാണ് പാട്ട്? തരും പറഞ്ഞോ ചേട്ടൻ, പറഞ്ഞോ. 2 ലൈൻ പ്ലീസ്. നിങ്ങളുടെ കൈയടിയാണ് സുധീരേട്ടൻ. ഒന്നുകൂടെ നല്ലൊരു കൈയടി. പാടണോ എന്നാണ് ചോദിച്ചത്. കൈയടിയാണ് അതിന്റെ ഉത്തരം. പാടണം. യെസ്, ഇനി പാടാവോ? 2 ലൈൻ. കാരണം നമ്മുടെ ട്രാക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു താമസമുണ്ട്. സുധീരേട്ടൻ ഒന്നും ഇവിടെ ഇരുന്ന് ഈ മാളിൽ എപ്പോഴും വൈഫൈ ഡൗൺലോഡ് അല്ലേ? നല്ല തിരക്കൊക്കെ ഉണ്ടല്ലേ? ആളുകൾ കൂടി തന്നിട്ടില്ലേ? വേറെ തന്നിട്ടില്ലേ? ആരെയൊക്കെ തന്നിട്ടുണ്ട്? ബിബിൻ കോഴിക്കോട് ആദ്യമല്ല, ഇതിനു മുന്നേയും ഒരുപാട് വേദികളിലായിട്ട് പല സിനിമയുടെ പ്രൊമോഷനായിട്ട് കോഴിക്കോട് വന്നിട്ടുണ്ട്. യെസ്, വീണ്ടും കോഴിക്കോട്. അതെ, എപ്പോഴും കോഴിക്കോടേക്ക് അല്ലെങ്കിൽ മലബാറിലേക്ക് വണ്ടി കയറുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്. ഒന്ന്, സുധീരന്റെ പാട്ടാണോ? സുധീരന്റെ പാട്ടാണോ? ആ, സുധീരന്റെ പാട്ട് വേണമെന്ന്. സുധീരൻ വേണമെന്ന്. ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കും. ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ സുധീർ എന്തായാലും പാടും. നിങ്ങളെ കൊണ്ട് പാടിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. എവിടെയാണ് നേരത്തെ പാടാൻ പറഞ്ഞപ്പോ ഡൗൺലോഡ് ഇവൻ പാടണമെന്ന് പറഞ്ഞു. പറഞ്ഞേ പാടിക്കണം. ഡൗൺലോഡ് ആയിട്ടില്ല. കൊടുക്ക ഇങ്ങേർക്ക് യേശുദാസേക്കാളും വലിയ ഫാൻസ് ഉണ്ടായിരുന്നു അറിഞ്ഞില്ല. ഇനി ഞാൻ പറഞ്ഞോട്ടെ? ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു. ഇങ്ങോട്ട് മലബാറിലേക്ക് വണ്ടി കയറുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ സന്തോഷം തരുന്നത്. ഒന്ന്, നല്ല ഭക്ഷണം കഴിക്കാം. 2, നല്ല മനുഷ്യരെ കാണാം. അതാണ് ഈ കോഴിക്കോടേക്ക് എപ്പോഴും നമ്മൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്നത്. എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ആളുകൾ വരാനുള്ളത് കൊണ്ട് മാത്രം അല്ലേ, നിങ്ങൾക്ക് വേണ്ടി ആദ്യം ഞാൻ ഒരു പാട്ട് പാടാം. അതിനുശേഷം സുധീരന്റെ. ഓക്കെ, പാടിക്കും. സുധീരനോട് പാടും. സുധീരനോട് പ്രോത്സാഹനം ഇരിക്കുന്നുണ്ട്. സുധീരനോട് പാടിയിരിക്കും. ഇത് കഴിയുമ്പോ അടിപൊളി. പ്രിയമുള്ള, ഇത് നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകൾ കോർത്തിണക്കിയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ പറ്റുന്നവർ, അറിയാവുന്നവർ ഏറ്റുപാടുക. പ്രധാനപ്പെട്ട എൻ്റെ മുമ്പിലിരിക്കുന്ന ലെജൻസ് എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഹലോ 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 ഒത്തിരി ഡിലേയാണ്. ഹലോ 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 യെസ്, റെഡി. തേരൂരം സാന്ത്വനമാടി ആലോല കാറ്റ് സന്ധ്യാ
അടുത്ത പാട്ട് എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. എനിക്ക് പറഞ്ഞു റെഡിയല്ലേ? അടുത്ത പാട്ട് മാർഗംകളി എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ തന്നെ പാടിയ പാട്ടാണ്. ീരിക്കായി കാത്തുകൊണ്ടില്ലേ. ഈ പാട്ടിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അതായത് നമ്മുടെ FM-ലേക്ക് ഏറ്റവും കൂടുതൽ ഡെഡിക്കേഷൻസ് വന്നിട്ടുള്ള ഒരു പാട്ടായിരുന്നു. സോ ഒരുപാട് സന്തോഷം. താങ്ക് യു ആൻഡ് നമ്മുടെ പാട്ടുകാരൻ ഇവിടെ കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്തു. ഓരോരുത്തരായിട്ട് വിളിക്കുന്നത് നമുക്ക് ഓരോരുത്തരായിട്ട് വിളിക്കാം. നമ്മൾ വിളിക്കുന്നില്ല, നമ്മൾ ഒരാളെ മാത്രം വിളിക്കുള്ളൂ. അതെ, ആളെ പറ്റി ബാക്കിയുള്ളവരെ വിളിക്കും. നമ്മൾ അവരുടെ മുമ്പിൽ നമുക്ക് കിരി ടോമിനെ വിളിക്കാൻ ശ്രമിക്കാം. നല്ലൊരു കൈയടി. ഞാൻ ഓൾറെഡി ഒന്ന് സംസാരിച്ചതാണ്. പക്ഷേ ഇനി ഞാൻ ഒന്ന് രണ്ട് പേര് വേദിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയില്ല. എൻ്റെ പഠനകാലത്തെ ഹീറോസാണ് ഇവിടെ രണ്ടുപേരിക്കുന്നത്. റഹ്മാൻ സാറിനുണ്ടായിട്ടുള്ള ഫാൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തില് ഒരു ടീനേജ് ഹീറോനും ഉണ്ടായിട്ടില്ല. ആ റഹ്മാൻ സാറാണ് നമ്മളിവിടെ എത്തുന്നത്. അതോടൊപ്പം എൻ്റെ മാഷോ മാൻ എന്ന് പറയുന്നത് ബാബു ആന്റണി. ഇവർ രണ്ടുപേരും സ്ക്രീനിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന തീയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ചിലമ്പിൽ ഇവരെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനി ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇത്രയും പേര് കണ്ടാവും വിജയിക്കാൻ. ഇത്രയും പേര് കാണണം, ഉണ്ടാവില്ലേ? കാരണം ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല. ദി ഗാങ്സ്റ്റർ കോമഡി എന്റർടൈനർ ആയിരിക്കും ഇത്.
ഇടി അടി വെടി പുക എല്ലാം ഉള്ളൊരു പടമാണ്. പക്ഷേ the captain of the ship ഞാൻ പറയുന്നു, ഇതോടുകൂടി മലയാളത്തിന്റെ രോഹിത് ഷെട്ടിയാകാൻ പോവുകയാണ് ഒമർ ലുലു. ഈ സിനിമയോടുകൂടി മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു സംവിധായകനായി ഞാൻ പറയുന്നു മലയാളത്തിന്റെ രോഹിത് ഷെട്ടി. ഒമർ ലുലു എവിടെയാണ്? അത് ക്യാമറയുടെ മുന്നിൽ അധികം വരാറില്ല, വന്നാൽ തന്നെ തീവാറുണ്ട്. അപ്പൊ ഒമർ ലുലുവിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് കൈയടിക്കുക പ്ലീസ്. എന്തായാലും വരും. തിരക്കിനിടയിൽ നിന്ന് നടന്നു വരാൻ പറ്റുന്നില്ല, ക്രൗഡിന്റെ ഇടയിൽ നിൽക്കുകയാണ്. ഞങ്ങളുടെ സംവിധായകൻ അതിന്റെ ഇടയിൽ പെട്ടുപോയിട്ടുണ്ട്, അത് കയറ്റി വിടണം. ഓക്കെ, ഇനി ആരാണ്? ഇനി സുധീർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സുധീർ നിങ്ങളുടെ മുന്നിലേക്ക് തകർത്താടാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു കരിയറിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും സിനിമയിൽ. ബിബിൻ ജോർജും സെന്തിലും അതുപോലെ തന്നെ നായകന്മാരുടെ കൂട്ടത്തിൽ ഇതാ ആൻസൺ പോൾ, മമ്മൂക്കയുടെ അനിയനായിട്ട് അബ്രാമിന്റെ സന്തതികളിൽ നിങ്ങൾ പരിചയപ്പെട്ടു. അന്ന് എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ സിനിമ സാധ്യമായത് ബഹുമാന്യായ ഷീലു അബ്രഹാം കാരണമാണ്. ഇത് എക്കാലത്തെ എവർഗ്രീൻ സിനിമയായി മാറാൻ പോകുന്നു. അബാ മൂവീസിന്റെ പ്രസന്റേഷൻ ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം തിയേറ്ററിൽ ആവശ്യമാണ്. തിയേറ്ററിലെ ആഘോഷത്തിന് ഞങ്ങൾ എത്തുന്നതായിരിക്കും. കാരണം നിങ്ങൾ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ, ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഇതേ സ്വീകരണം തന്നെ തരുമെന്നും യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ധൈര്യപൂർവ്വം നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്താണ്? ടിനി ഒരു പാട്ട് പാടണമല്ലോ. എവിടെ പോയാലും അമേരിക്കയിൽ പോയി പാടുന്ന, എവിടെ പോയാലും പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ആവശ്യമെങ്കിലേ ഞാൻ പാടുള്ളൂ. എന്ത് പാട്ട് വേണ്ടത്? ഹിന്ദിയോ ഇംഗ്ലീഷോ ഏതാ വേണ്ടത്? മലയാളം മതി. ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഹിന്ദി പാട്ട് പാടാം. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പനും മക്കളും കൂടി ഉണ്ട്. അപ്പനും മക്കളായിട്ട് കണ്ടോ? അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു പെർഫോമറാണ്. അതുകൊണ്ട് നമ്മളിവിടെ വന്ന് കുറെ തള്ളിയിട്ട് കാര്യമില്ല. നമ്മൾ നിങ്ങൾ എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റുപാടാൻ പറ്റുന്ന ഒരു ഹിന്ദി സോങ് ആണ്. നമ്മുടെ ഓമർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഒമർ ലുലു വന്നതിന് ശേഷം ഒരു പാവം സംവിധായകൻ എല്ലാവരും ചേർന്നത് കൈയടിക്കുക. ഏത് സിനിമയിലും അദ്ദേഹത്തിൻ്റെതായ ഒരു സർപ്രൈസ് ഉണ്ടാവാറുണ്ട്. ഒമർ ലുലു ഈ സിനിമയെ കുറിച്ച് 2 വാക്ക് പ്രേക്ഷകരിച്ചു. അസ്സലാമു ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ഈ ഫംഗ്ഷൻ കൊച്ചിയിൽ വയ്ക്കാൻ നിന്നതാണ്. അപ്പൊ ഞാനാണ് പറഞ്ഞത് കോഴിക്കോട് വേറെ ലെവലാണ്, വേറെ ഇവിടെ ഈ ഹൈലൈറ്റ് മോഡലിൽ ഫസ്റ്റത്തെ ഓഡിയോ ചോദിച്ചത് ഞാനാ. ചങ്സ് ഫിലിം ഓർമ്മയുണ്ടാവുള്ളൂ. അതിനുശേഷം മലയാള ഇൻഡസ്ട്രിയിൽ എല്ലാവരും കോഴിക്കോട് ഓഡിയോ വെച്ച് തുടങ്ങിയത്. കാരണം കോഴിക്കോട് വേറെ ലെവലാണ്. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഫസ്റ്റ് അടാറിലവിടെ മാണിക്യം വളരെ പോയി എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുന്നത്. അങ്ങനെയാണ് ഫിലിമിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ ബാഡ് ബോയ്സ് ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓണത്തിന് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവർക്കും വന്ന് പക്ക അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു പടമായിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതൊക്കെയാണ് നിങ്ങളുടെ പ്രതീക്ഷ. ബാക്കി നിങ്ങളെല്ലാവരും കണ്ടിട്ട് പറയാം. പിന്നെ എന്താ പറയുക, ഇതില് നമ്മുടെ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ആരാധിച്ചിരുന്ന റഹ്മാൻ സാർ, ബാബു ചേട്ടൻ എന്ന് വേണ്ട ഇന്നത്തെ ധ്യാൻ ശ്രീനിവാസൻ വരെ എല്ലാവരും ഉണ്ട് മലയാള ഫിലിമിൻ്റെ ഒരുവിധം. എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇത് സത്യത്തിൽ ഇതിന്റെ ഒരു കാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇതൊരു മൾട്ടി സ്റ്റാറർ മൂവിയാണ് അല്ലേ? കാരണം അത്രയധികം താരങ്ങളാണ് ഇതിൽ. ഇതിൽ താരങ്ങളല്ല, ഇതിലെല്ലാവരും സാധാരണക്കാരാണ്. സാധാരണക്കാർക്ക് വേണ്ടി ഒരു സാധാരണക്കാരൻ എടുക്കുന്ന ഒരു സാധാരണ സിനിമ. അടിപൊളി. അപ്പൊ തീർച്ചയായിട്ടും സാധാരണക്കാർ അത് ഏറ്റെടുക്കും. തീർച്ചയായിട്ടും സാധാരണക്കാരെ ഏറ്റെടുക്കുന്നതാണ് വിചാരിക്കുന്നത്. ഒരു ലോക്കൽ വൈബ് സിനിമയാണിത്. അതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോടിന് ഓഡിയോ ലോഞ്ച് ചെയ്തുകൊണ്ട് തുടങ്ങി എന്ന് പറഞ്ഞു. അതിന് തിരിച്ച് നമ്മുടെ കോഴിക്കോടിന്റെ സ്നേഹം അവർക്ക് കൊടുക്കണ്ടേ? Once again, thank you so much. Thank you.
താങ്ക് യു താങ്ക് യു സോ മച്ച്. കോഴിക്കോട് എന്ന് പറയുമ്പോൾ എല്ലാവരും കോഴിക്കോടിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് യഥാർത്ഥത്തില് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമ ഈ പാളയത്ത് ചെയ്ത് അതോടുകൂടിയാണ് എനിക്ക് സിനിമയിൽ ഒരു ചെറിയ സ്റ്റൂളാണെങ്കിലും കിട്ടിയത്. അതുകൊണ്ട് കോഴിക്കോട് എൻ്റെ സെക്കൻഡ് ഹോമാണ്. ഇവിടെ വരുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. എന്നെ ഉണ്ടാക്കിയത്, എന്നെ നിലനിർത്തിയത് ഇവിടെ നിന്നുള്ളൊരു സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്ദി എന്നോട് പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ആ പാട്ടിലേക്ക് ഇറങ്ങാം. ഓക്കെ, ഒന്ന് രണ്ട് പേര് അപ്പനും മക്കളെന്തെങ്കിലും കയറിയുന്നേ, അപ്പനും മക്കളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ നിങ്ങളെ കയറ്റിവിടാം. ചേട്ടൻ പറഞ്ഞതുപോലെ പിള്ളേരെ കയറ്റും, കൊച്ചു പിള്ളേരെ കയറ്റുക. വാ, ഹലോ, സ്റ്റേജിലേക്ക് ചെറിയ മക്കൾ, ചെറിയ പിള്ളേര് വാ. കൊച്ചു കുട്ടികളൊന്നും ചെറിയ പിള്ളേരുണ്ടെങ്കിൽ ഡാൻസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇത് നമ്മളെ വേണ്ടിയിട്ടാണ്. 60 വയസ്സിനോ 70 വയസ്സിനോ ഉള്ള നാരായണൻകുട്ടി, കൃഷ്ണൻകുട്ടി എന്നല്ല, കൊച്ചുകുട്ടികൾ. അപ്പൊ നമ്മുടെ സിനിമയില് നമ്മുടെ നമ്മുടെ സിനിമയില് ഓക്കെ ഓക്കെ, പ്ലേ ചെയ്തോ പ്ലേ ചെയ്തോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. കുട്ടിക്ക് പ്രായമുള്ള കൊച്ചുകുട്ടികൾ ഉൾപ്പെടുത്തില്ല. അപ്പൊ सबके दिलों अरमान है वो जिंदगी में कल क्या बनेगा, हर एक नस्ल का सपना है। कोई इन चीज़ों का काम करेगा, बिजनेस में कोई अपना नाम करेगा, मगर ये നമുക്കിനി നമ്മുടെ അല്ല കഴിയില്ല, തരാനുള്ളത് തന്നെ തരാനുള്ളതെല്ലാം മേടിച്ചിട്ട് പോകും. ചോദിച്ചു മേടിക്കുന്ന ഏറ്റവും വലിയ നാളുകേട്. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഓരോ കലാകാരന്മാരും വേദിയിലേക്ക് വരുമ്പോൾ ഫ്രീ ആണെങ്കിൽ ചെലവില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു സയന്റിസ്റ്റ് പറഞ്ഞത്, ഈ നമ്മുടെ മുഖത്ത് ഗ്ലാമർ വേണം, അല്ലെങ്കിൽ ചോരത്തുറപ്പ് വേണമെങ്കിൽ കൈ യോഗയാണ്. അപ്പൊ അതിനൊരു കുറവും വരുത്തരുത്. ഓക്കെ, അപ്പൊ ബാഡ് ബോയ്സിന്റെ ടീസർ മില്യൺ വ്യൂസ് എത്ര നേരം ഒരു ദിവസം കൊണ്ട് മില്യൺ വ്യൂസ്. അപ്പൊ ടീസർ ഒന്ന് കാണാം, നമുക്ക് ഒന്ന് പ്ലേ ചെയ്യാം. ലൈറ്റ്സ് ഓഫ്. ബാഡ് ബോയ്സ് ഓൺ ദ വേ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പൊ ഈ ഓണം തൂക്കിയിരിക്കും, ഒരു സംശയമില്ല. പിന്നെ അപ്പൊ നമുക്ക് ഇനി ആരെയും വിളിക്കേണ്ടത് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓരോ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സെന്തിലിനെയാണ് ഞാൻ വിളിക്കുന്നത്. നല്ലൊരു കൈയടി.
സെന്തിൽ ഇവിടെ എത്തിയിട്ട് സെന്തിൽ വിളിക്കാൻ പോകുന്ന ആരാന്ന് ഞാൻ പറയുന്നില്ല. ആ പാട്ട് കേട്ട് കയറുക. സെന്തിൽ പാടുന്ന പാട്ട് കേട്ടിട്ടായിരിക്കും ആള് വരിക. ഓക്കെ ഓക്കെ. ഹലോ, എല്ലാ പ്രിയപ്പെട്ട കോഴിക്കോടുകാർക്കും നമസ്കാരം. ഹായ്, ഞാനൊരു തിരുവനന്തപുരംകാരനാണെങ്കിലും ഞാൻ കോഴിക്കോടിന്റെ മരുമകനാണ്. ഒരു കോഴിക്കോടുകാരിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കോഴിക്കോടുകാരനാണ്, പകുതി കോഴിക്കോടുകാരനാണ്. അപ്പൊ ഇത് പോരാ, ഒരു നല്ല കൈയടി. താങ്ക് യു. എന്നെ ഒമരക്ക ഈ പടത്തിനകത്ത് വിളിച്ചപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്ന ആ ഘടകമാണ് ഇതായിരിക്കുന്ന റഹ്മാനിക്ക. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛന് TV റേഡിയോ ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു കടയുണ്ട്. അപ്പൊ അവിടെ ഈ TV, VCR, VCP വീഡിയോ കാസറ്റൊക്കെ വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു. അപ്പൊ കുറേ വീഡിയോ കാസറ്റുകൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കുറേ സിനിമകൾ ഇട്ട് കാണുകയും ചെയ്യുന്നു. അക്കൂട്ടത്തിൽ കണ്ട കുറേ സിനിമകളാണ് ശ്യാമ, പൂമുഖപ്പടിയിൽ നിന്നേ കാത്ത്, തമ്മിൽ തമ്മിൽ. അങ്ങനെ ആ പടങ്ങൾ ഒരുപാട് തവണ കണ്ട് റഹ്മാനിക്കയുടെ ഒരു വലിയ ഫാനായി മാറിയ ആളാണ് ഞാൻ. അപ്പോൾ ഒമരൊക്കെ വിളിച്ചപ്പോൾ ഞാൻ ഇക്കയുടെ കൂടെ അഭിനയിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബാബുചേട്ടൻ ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട ഒരുപാട് താരങ്ങള് നിന്നെയൊന്നും ഞാൻ അങ്ങനെ ബിബിൻ്റെയും കൂടെ പറയാൻ പറഞ്ഞു. ബിബിൻ്റെ കൂടെ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി. എല്ലാ സിനിമയിലുള്ള എല്ലാവരും ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. റഹ്മാനിക്ക അന്ന് തന്നെ അന്നത്തെ ആന്റിമാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ ആരാധന പാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ഈ പടം ഇറങ്ങുന്നതോടുകൂടി ഈ ജനറേഷനിലുള്ള എല്ലാ പെൺകുട്ടികളും ഇക്കയുടെ ഫാൻസായി മാറും. ഇത്തിരി നാണം പെണ്ണിൻ കവിളിന് കുങ്കുമമേകും, മംഗളഗന്ധം മാനിൻ കരളിൽ കിളിയൂട്ടുമ്പോൾ ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു ഞാൻ. ഒരു 2 മിനിറ്റ് നിന്ന് നമ്മൾ 20 ആളെങ്കിലും വിളിക്കാറുണ്ടോ? ഒരാളെയും വിളിക്കാം. ആ ആളെ വിളിക്കുന്നത് വേറെ ആളെയും വിളിക്കാം. ചെവിയിലോടി കൊടുത്തത് ചാകാൻ ഗുരുവാണ്. അവന്റെ നീതി കാണാൻ ശിഷ്യരിൽ ആർക്കും കൊടുക്കാതെ ഞാൻ ബാക്കി വെച്ച ആടും കിടവതി അംഗത്തിൽ തുടങ്ങി ഗരുഡ കിരണത്തിലെത്തി പുതിയ അംഗത്തിൽ തീരുന്ന 64 മർമ്മസ്ഥാനങ്ങൾ അടങ്ങിയ 36 വാഴ്ത്താൽ 7 ജന്മം ജനിച്ചാലും കഴിയുന്ന കഷമാണ് നിനക്ക് തടുക്കാനും ജയിക്കാനും. ആക്ഷൻ കണ്ടില്ല അതിന്റെ ഇടയ്ക്ക്. ഒന്ന് കിടക്കുക. പണം അതിനുവേണ്ടി ഒരു കുതിരയെ പോലെ പായും ആരും എത്താത്ത അത്ര വേഗത്തിൽ. ഒത്തിരി സന്തോഷം. കോഴിക്കോട് തിരിക്കണം. നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. എന്ന് പറയില്ല, സത്യം വേറെ നേതൃത്വത്തിൽ കിട്ടാത്ത ഒരു എന്താ പറയുക, ഒരു ത്രില്ലാണ് ഞാൻ ഇവിടെ വരുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ എനിക്ക് കിട്ടുന്നത്. ഇത് ദേശീയ ഇവിടെ വരുന്ന എല്ലാവരും പറയുന്നതാണ്, പക്ഷെ എൻ്റെ കാര്യത്തിൽ അതൊരു സത്യമാണ്. കാരണം ചില കാരണങ്ങളുണ്ട്. ആദ്യം ഞാനൊരു നിലമ്പൂർക്കാരനാണെങ്കിലും എൻ്റെ മദർ കോഴിക്കോട്ട് നിന്ന്, അതുകൊണ്ട് എന്തായാലും ആ രക്തം എൻ്റെ ഉണ്ടാവുമല്ലോ, ഒരു കോഴിക്കോടുകാരൻ്റെ രക്തം. പിന്നെ എനിക്കുണ്ടാകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, എൻ്റെ എപ്പോഴുള്ള അടുത്ത സുഹൃത്തുക്കളൊക്കെ കോഴിക്കോട് നിന്നാണ്. ഞാൻ ചെന്നൈയിലാണെങ്കിൽ താമസിക്കുകയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ കോഴിക്കോടിലാണ്. അതുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെ വരുന്നതും നിങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വന്നതുപോലെയാണ് എൻ്റെ തോന്നൽ. ഇവരൊക്കെ പറയുന്നുണ്ട് എൻ്റെ 2ാം വീടാണോ 3ാം വീടാണോ ഒക്കെയാണ്, പക്ഷെ നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വീടാണ്. അത് യാതൊരു സംശയവുമില്ല. സാറിന് സാറിന് സ്റ്റേജ് നോക്കിയിട്ട് എനിക്കൊരു പാട്ട് പാടുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് വരും പാടാം, പക്ഷെ ആ പാട്ട് നന്നായിട്ട് അറിയുന്നവരൊന്നും പാടണം. ഓക്കെ.
കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി കളികൾ ചൊല്ലി കാറ്റുപൂവിൻ ഈ പാട്ട് ആർക്കാകും വേണ്ടി പാടാറിയാ ആൻസർ എന്തായാലും മറ്റേ ബാബുവിന്റെ സൗണ്ട് എടുക്കുന്നോണ്ട് നീ സേഫാടാ. ടീമേ വാ 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 വാ. ഇപ്പോഴാണ് ഓളം പോയത്. വാ. പാടട്ടെ. ഇത്തിരി ഡിലീറ്റ് വരും. എല്ലാരും ഏറ്റുപാടുള്ളൂ. ഞങ്ങൾ വെറുതെ പാടി തുടങ്ങുള്ളൂ. കോഴിക്കോടിന്റെ സ്നേഹം നിങ്ങൾ കാണിക്കേണ്ടത് ആ പാട്ടിലൂടെയാണ്. ഓക്കെ. കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി കളികൾ ചൊല്ലി കാട്ടുപോയി കരളിനോടുകൂടി നിഴലായി അലസമലസമായി അരികിലൊഴുകിയ കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി കളികൾ ചൊല്ലി കാട്ടുപോയി കരളിനോടുകൂടി. താങ്ക് യു. അഭയോ ആരും പോകരുത്. നിങ്ങളെല്ലാരും ടീസർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓണത്തിനാണ്, ഓണം 13-ാം തീയതിയാണ് റിലീസ്, സെപ്റ്റംബർ 13-ാം തീയതി. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം. ഫാമിലി ആയിട്ട് ഓണം, നല്ലൊരു ഓണം ഫിലിം ഫെസ്റ്റിവൽ ആയിരിക്കും ഇത്. ഇന്ന് ഫിലിംസ് കിട്ടും. ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. അതായത് കോഴിക്കോടിന്റെ ഒരു പാട്ട് പാടി ഭയങ്കര ഹിറ്റായ ഒരാളാണ്. ഞാൻ പേര് പറയുന്നത് ആൾക്ക് മൈക്ക് കൊടുക്കാം. ആ പാട്ടൊന്ന് പാടും. നമസ്കാരം. കോഴിക്കോട് സുഖമാണോ? ഹാപ്പി അല്ലേ? ഒരുപാട് പാട്ടുകൾ ദൈവം സഹായിച്ച് പാടാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ കാലിക്കറ്റ് സോങ് പോലെ ഇത്രയും സ്വീകാര്യതയോടെ എനിക്ക് ഇത്രയും സ്വീകാര്യത എന്ന പാട്ട് വേറെ ഒന്നുമില്ല. അതിൻ്റെ ലിറിസിസ്റ്റും ഇവിടെ ഉണ്ട്, ഹരി. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഹരിയുടെ മുന്നിലും ഇങ്ങനെ പാടാൻ പറ്റും. പാടാം, നമുക്ക് ഒരുമിച്ച് പാടാം. കൂടെ പാടില്ലേ? പാടാം 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 പാടൂല, കൂടെ പാടില്ലേ? പോറില്ല. ഇങ്ങനെ പറ്റുമോ? പാടിയേ? ഓക്കെ. കൽവിൽ തേനൊഴുകുന്ന കോഴിക്കോട്, കടലമ്മ മുത്തണക്കര കോഴിക്കോട്, ഹൽവ മനസ്സുള്ളൊരു കോഴിക്കോട്, വേണേ കണ്ടോളെ ചങ്ങായി നമ്മളെ കോഴിക്കോട്. കായ വറുത്ത് തരാടോ, കറുമുറ വരച്ച് കഴിച്ചോ, ദം ബിരിയാണി കഴിച്ചോ, പിന്നെ സംഗതി നല്ല വിസാര. കൽവിൽ തേനൊഴുകുന്ന കോഴിക്കോട്. താങ്ക് യു. ബാബുചേട്ടാ പ്ലീസ്. നമ്മൾ ബാബുചേട്ടനുണ്ടായിരുന്നു. ബാബുചേട്ടൻ പറയൂ. സോറി, ഞാൻ കുറച്ച് ബിസിയായിട്ട് ഫോട്ടോഗ്രാഫറായിട്ട്. ഹലോ കാലിക്കറ്റ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? 1985 ഞാൻ ഭരതനാട്യം കാണാൻ പോയി. അപ്പോൾ ഭരതനാട്യം പറഞ്ഞത് ഞാൻ റഹ്മാനെ വെച്ചൊരു സിനിമ എടുക്കാൻ പോകുന്നു. അതില് വില്ലനായിട്ട് അഖിൽ 1 2 3 മ്യൂസിക്. അതിൽ വില്ലനായിട്ട് അഭിനയിക്കാൻ ഞാൻ ബാബു എന്നെ സെലക്ട് ചെയ്തത് പറഞ്ഞു. ആ ഒരു സന്തോഷം അന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അന്ന് ഞാൻ റഹ്മാൻ്റെ വലിയൊരു ആരാധകനായിരുന്നു. അപ്പോൾ ആ റഹ്മാനുമായിട്ട് വീണ്ടും ഒരു പടം ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ
ബാബു ചേട്ടാ അവിടുന്ന് ഒരുപാട് ഉമ്മകൾ വരുന്നുണ്ട്. ഒരു കൊറോണയ്ക്ക് മുമ്പ് ഒമർ ഞാനും കൂടെ ഒരു പടം പ്ലാൻ ചെയ്തിരുന്നു, അതായത് പവർ സ്റ്റാർ. ഇവിടെ കൊറോണ കാലത്ത് ഒന്ന് മുങ്ങിപ്പോയി. പക്ഷേ ഈ പടത്തിന് ശേഷം നമ്മളത് വീണ്ടും ചെയ്യുന്നതാണ്. അപ്പം ഇതിൽ അഭിനയിക്കുന്ന എല്ലാവരുടെയും അതെ, പ്രത്യേകിച്ച് പ്രൊഡ്യൂസേഴ്സ് ഷീലി എബ്രഹാം, മിസ്റ്റർ എബ്രഹാം, അവരാണ് ഈ സിനിമ സാധ്യമാക്കാനായിട്ട് ഇവിടെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയത്. പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും ബാഡ് ബോയ്സ് ആണ്, ഞാൻ മാത്രമുള്ള ഗുഡ് ബോയ്സ്. അപ്പോൾ താങ്ക് യു. എല്ലാവരും വന്ന് സിനിമ കാണണം. 13-ാം തീയതിയാണ് റിലീസ്. നിങ്ങളെല്ലാവരും വന്ന് സിനിമ കാണണം. തീർച്ചയായിട്ടും എല്ലാവരും ബാബുചേട്ടൻ പാട്ട് പാടുന്നത്. ഇപ്പം നമുക്ക് ഓഡിയോ ലോഞ്ചിങ് ആണ്. ഓഡിയോ ലോഞ്ചിലേക്ക് പോവുകയാണ്. നമ്മളെ ഈ മ്യൂസിക് എടുത്തിരിക്കുന്ന 1, 2, 3 മ്യൂസിക് ആണ്. കമോൺ എബ്രഹാം സാർ, ഷീലുമാം എല്ലാവരും കൂടി ഓഡിയോ ലോഞ്ച് ചെയ്യാണ്. ഹൈലൈറ്റ് മാളിലുള്ള നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫുൾ ടീം, ബാഡ് ബോയ്സിന്റെ ഫുൾ ടീമാണ്. അഖിൽ, ഓക്കെ. സോ ഒരു നല്ലൊരു കൈയടിയോട് കൂടി ബാഡ് ബോയ്സിന്റെ ഓഡിയോ ലോഞ്ച് ഇതാ ഹൈലൈറ്റ് മാളിൽ വെച്ച് നടക്കുകയാണ്. സോ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ടീം ബാഡ് ബോയ്സ്. സൈഡിലേക്ക് മാറാം. ഹലോ ബാബു സാർ, ഒന്ന് മൈക്ക് ഷീലു എബ്രഹാം ഈ സിനിമയുടെ പ്രൊഡ്യൂസറാണ്, നായികയാണ്. കോഴിക്കോട് അവിടെ എന്താ ചേച്ചി പറയാനുള്ളത്? കോഴിക്കോടിന് എൻ്റെ നമസ്കാരം. ഞങ്ങളുടെ ഈ സിനിമ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ എൻ്റെ റഹ്മാനിക്കനെ നിങ്ങൾക്കൊക്കെ തരുവാ, അങ്ങ് എടുത്തോണ്ട് പൊയ്ക്കോ. ഒപ്പം ഈ വന്നിരിക്കുന്ന എല്ലാവരും, നമ്മുടെ ബാബു അനുചേട്ടനെയും വിപിന സെന്തിലെ ആൻസർ എന്ന് വേണ്ട എല്ലാവരും നിങ്ങൾക്ക് തരുവാണ് ഞാൻ. അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ പേര് തന്നെ എഴുതി വെച്ചിരുന്നു, ഷീലു എബ്രഹാം പ്രസൻസ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. എടുത്തോണ്ട് പൊയ്ക്കോ, അത്ര പറയാനുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഓണത്തിന് എല്ലാവരും എടുക്കണം അല്ലേ? ഓണത്തിനാണ് ഈ സിനിമ തിയേറ്ററിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഓണം തൂക്കാനായിട്ട് ബാഡ് ബോയ്സ് ടീം റെഡിയാണ്. 13-ാം തീയതിയാണ് നമ്മുടെ പടം റിലീസാവുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. കോഴിക്കോടിന് ഞാൻ സമർപ്പിക്കുന്നു ഈ പാട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ട് കോഴിക്കോട്ടേക്ക് തന്നെ വന്നത്. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് അറിയാം. സപ്പോർട്ട് ചെയ്യില്ലേ? ഉറപ്പായിട്ടും എക്കാലവും ഓർത്തു വെച്ചിരിക്കുന്ന മാപ്പിളപ്പാട്ടാണല്ലോ. അതാണ് ഈ പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. റഹ്മാനക്കൻ ഇന്നാണ് ഈ പാട്ട് ഇവിടെ കാണുന്നത്. അന്ന് ഷൂട്ട് ചെയ്തിട്ട് പോയാണ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് അടിപൊളി. കാരണം ഈ പാട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ നല്ല ഫീവറായിരുന്നു, എനിക്ക് ഭയങ്കര ഫീവറായിരുന്നു. എനിക്കും അഡ്ജസ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ 2 പേര്, ഈ 3 പേർക്കും ചാൻസ് കിട്ടിയത്. ഡാൻസ് ഞാനങ്ങനെ ആടിയിരുന്നുള്ളൂ, ചാൻസ് കിട്ടില്ലായിരുന്നു. എനിക്ക് അന്ന് നല്ല പനിയാണ്. അതുകൊണ്ട് ഇവര് രക്ഷപ്പെട്ടു. ഇവര് എന്റെ ചായയിൽ എന്തോ മുക്കി തന്നിട്ടാണ് രണ്ടുപേരും എന്താന്ന് പറയണത്? എന്തോ എന്റെ ചായയിലാക്കി തന്നിട്ടാണ് ഞാൻ അതെന്താന്നുള്ള കറക്റ്റ് ഒന്ന് പറഞ്ഞതോ? ഇനി സത്യം പറ, ആരാണ് ചായയില് ചോദിച്ചു? മൈക്ക് വരുന്ന വ്യക്തി ആരാ? ഞാനങ്ങനെ ചെയ്യാന്ന് പറഞ്ഞുള്ളൂ, ചെയ്തില്ല. ആൻസർ എന്തെങ്കിലും പങ്കുണ്ടോ? ഇതില് എന്തെങ്കിലും പങ്കുണ്ടോ? എനിക്ക് പങ്കേ ഉള്ളൂ. അങ്ങനെയെങ്കിലും കല്യാണം കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ കലക്കി കൊടുക്കുകയും ചെയ്തിട്ട് പനി പിടിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. പിന്നെ അങ്ങനെ കളിക്കാൻ അറിയാതെ ഡാൻസിനെ പറ്റി ഒരു സത്യം പറയട്ടെ, ഈ പടത്തിൽ ചെയ്യാൻ പറഞ്ഞ ഈ സോങ് കാണുന്നില്ല. അങ്ങനെ
ആൻസൺ എന്തുകൊണ്ടാണ് ഈ പടം ചെയ്യാൻ സമ്മതിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അതിപ്പോ പാട്ടിൽ കണ്ടിട്ടുണ്ട്, കൃത്യമായിട്ട് പറയണം. പാട്ടി കണ്ടല്ലോ, എങ്കിലും പറഞ്ഞേക്ക്. ഞാനും റഹ്മാനൊക്കെ ഉള്ള ഒരു ബോണ്ട് കണ്ടില്ലേ? ഉമ്മക്ക് വേണ്ടിയാണ് വേണ്ട, എന്റെ ഉമ്മയ്ക്ക് വേണ്ടി തന്നെ ഞാൻ കെട്ടി. അപ്പൊ നമുക്ക് ഈ പാട്ടിൽ കണ്ട 2 നായികമാരെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കാം. ഒന്ന് വരുമോ? മലയാളത്തിന് മറ്റൊരു വില്ലനെ കൂടി ഈ സിനിമ സാക്ഷ്യം വഹിക്കുകയാണ്. ഷെർഷാ. സുന്ദരനായ വില്ലൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? മലയാളത്തിലേക്ക് മറ്റൊരു സുന്ദരനായ വില്ലൻ. അത് ഷേർഷാ വില്ലൻ മാത്രമല്ല, ഷേർഷാ ആദ്യത്തെ നല്ലൊരു റൈറ്ററാണ്. അദ്ദേഹം ഒരു നായകനായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്, ലിറ്റിൽ റാവുത്തർ എന്ന് പറയുന്ന പടം. ആ പടം ലിറ്റിൽ മിസ് അത് ആ പടത്തിനാണ് മികച്ച എഡിറ്റർക്കുള്ള അവാർഡ്, നമ്മളുടെ സ്റ്റേറ്റ് അവാർഡ്. അപ്പൊ നായകനാണ് വില്ലനുമാണ്. അതെ, നായകനും വില്ലനുമാണ്. അപ്പൊ ഒരു കൈയടി വേണം. ഈ സിനിമയില് പല പരിപാടികളാണ്. ഇപ്പൊ റഹ്മാനിക്ക, ബാബാലി ചേട്ടൻ മാത്രമല്ല, ഇതിനകത്ത് 10-60 ആർട്ടിസ്റ്റുകളുണ്ട്. നമുക്ക് ഭയങ്കര ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. അതോടൊപ്പം ഒരുപാട് ഡാൻസും ഫൈറ്റും. ഈ ടർബോയിലെ നമ്മുടെ ഫിനിക്സ് പ്രഭു പുള്ളിയാണ് നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ. ഭയങ്കര കണ്ണൻ ജപിക്കുന്ന ഫൈറ്റുകളുണ്ടാവും. പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചപ്പോൾ തന്നെ ഞാൻ ചിരിച്ച് ഒരു പക്ഷേ അത്രയും ഹ്യൂമറുണ്ട്, അത്രയും ഒരു ജാം പാക്ട് എന്റർടൈനറാണ്. അപ്പൊ ഈ ഓണത്തിന് എല്ലാവരും ധൈര്യമായിട്ട് കോഴിക്കോട് ധൈര്യമായിട്ട് കയറിക്കോ. ഷുവർ ഷോട്ടാണ്. താങ്ക് യു. ഈ പറഞ്ഞതുപോലെ തന്നെ ഫൈറ്റിന് ഫൈറ്റ് ഉണ്ട്, കോമഡിക്ക് കോമഡി ഉണ്ട്, എല്ലാം ചേരുന്നതാണ്. അപ്പൊ താങ്ക് യു വെരി മച്ച് റഹ്മാൻ. ഇതെല്ലാം സാധിച്ചിട്ടൊന്നുമില്ല. അതായത് ഞങ്ങൾ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ 1.5 മാസമായിട്ടുള്ളൂ ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നത്. പക്ഷെ ഞങ്ങളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഓണത്തിന് ഇത് റിലീസ് ചെയ്യണമെന്ന്. പക്ഷെ എൻ്റെ മനസ്സിൽ അത് നടക്കും എന്ന് എനിക്ക് തോന്നിയില്ല, വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ആ വിശ്വാസം ഏറ്റെടുത്ത് അത് മീൻസ് എന്തായാലും എന്ത് വന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല, അത് ചെയ്തിരിക്കും. ഓണത്തിന് ഞങ്ങൾ റിലീസ് ചെയ്തിട്ട് തന്നെ ഞങ്ങൾക്ക് ഉറപ്പ് തന്ന എബ്രഹാം മാത്യൂസ് ഇതിൻ്റെ പ്രൊഡ്യൂസറിനോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച് മിസ്റ്റർ എബ്രഹാം. കാരണം ഒരു പടം സാധ്യമാകണമെങ്കിൽ അതിന്റെ വിതൗട്ട് പ്രൊഡ്യൂസർ ആ പടം സാധ്യമാകില്ല. അതിന്റെ സംവിധായകൻ വിചാരിച്ച രീതിയിൽ ആ പടം സാധ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കൈയടിയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ ആൻഡ് ഇതിന്റെ പ്രൊഡക്ഷൻ ടീമിന് നമ്മൾ കൊടുക്കേണ്ടത്. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ. ഇനി നമുക്ക് സ്റ്റേജിലേക്ക് ഒരാളെ വിളിക്കണം. നമ്മുടെ മാമന്റെ ചെറുപ്പകാലം അഭിനയിച്ച അമൃത പ്ലീസ്. നല്ലൊരു കൈയടി. സിനിമ കാണുമ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. നല്ലൊരു കൈയടി കൊടുക്കാം. ഇനി ഈ പാട്ടിന് മ്യൂസിക് നൽകിയ വില്യൻ സർ പ്ലീസ് കം. ഇദ്ദേഹമാണ് ഇതിന്റെ മ്യൂസിക് നൽകിയിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം നൽകിയിരിക്കുന്നത്. ഇനി ഇത് പാടിയ ആളുകളുണ്ട്. ഹരിനാരായണ ചേട്ടൻ പ്ലീസ് കം. എഴുത്താണ് എല്ലാം ഓക്കെ, എഴുത്ത. ഇനി പാടിയ ആളുകളുണ്ട്. ഇബ്രാഹിം, പരീക്കുട്ടി, കുറച്ച് ഈ ഹൈദരാബാദ് തെറ്റിയാണ് പറഞ്ഞത്. അല്ല, ഹരിനാരായണൻ ലിറിസിസ്റ്റാണ്. അതെ, അതായത് ഹരിചേട്ടൻ. 1 മിനിറ്റ്. ഹരിചേട്ടനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഓന ഞാനി കുരുവി കേട്ടുണ്ടോ? ഹരിചേട്ടൻ അമ്പാഴം തണലിട്ട് ഒരു ഇടവഴിയിൽ ഹരിചേട്ടൻ മുരുക പുലി മുരുക. ഇതില് ഏത് ടൈപ്പ് പാട്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഹരിചേട്ടൻ സ്കൂൾ ഹരിനാരായണൻ. അപ്പൊ നമുക്ക് ഏത് ടൈപ്പ് പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ 10 മിനിറ്റിന്റെ ഉള്ളിൽ വന്ന് എഴുതി തരുന്ന ഹരിചേട്ടന. ഹരിചേട്ടാ, ഞാൻ മറ്റേ നമ്മുടെ ഗായകനുണ്ടല്ലോ, അതുകൂടെ ഞാൻ കൂട്ടി. അപ്പൊ ഞാൻ ഇത് എഴുതിയ സമയത്ത് ഞാൻ അവിടെ ഇല്ലാത്ത കഥ എഴുതിയപ്പോഴാണ് അത് ഞാൻ വീണത് പോലെ ഒന്നുകൂടെ പോയിക്കേ. അപ്പൊ ഹരിചേട്ടാ, ഈ പാട്ട് ഗംഭീരമായിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ പാട്ടുകളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ ഈ കോഴിക്കോട് എത്തിയപ്പോൾ നമ്മുടെ സിനിമയെ കുറിച്ച് വലിയ സന്തോഷം. കോഴിക്കോടാണ്, കൽബിലെ തേനൊഴുകൾ കോഴിക്കോട്. ഇപ്പൊ നേരത്തെ അഭയം പാടി ആ പാട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്. അതിന് നമ്മളൊരു കൈയടി വേണ്ടേ? കോഴിക്കോടുകാരുടെ കൈയടിയാണ് കൊടുക്കേണ്ടത്. VK ഹരിനാരായണൻ നമ്മുടെ സ്വന്തം. ഉമർ ലുലുവിന്റെ ആദ്യത്തെ സിനിമ തൊട്ട് ഈ സിനിമ വരെ സഹകരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അടിപൊളി. അതാണ്
വീണ്ടും ഈ പാട്ട് എനിക്ക് ധരിച്ചേരണമെന്ന് പറഞ്ഞില്ലേ? വീണ്ടും ഒരു മണ്ടത്തരം പറഞ്ഞു. ഇത് ഈ പാട്ട് എഴുതിയിട്ടുള്ളത് നല്ലളം വീരൻ എന്ന് പറഞ്ഞ കോഴിക്കോട്ടുകാരനാണ്. കാര്യങ്ങൾ പറയട്ടെ. ഹരിച്ചേട്ടൻ എന്തായാലും എഴുതുന്ന ഒരു ആള് തന്നെയാണ്. 2 ലൈൻ ഞാൻ ഈ പറഞ്ഞപ്പോ ഒന്ന് തിരുത്താൻ 2 ലൈൻ പാട്ടെന്ന് പറഞ്ഞു. ഏതെങ്കിലും 2 ലൈൻ പ്ലീസ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നം. 2 ലൈൻ പാടും. 2 ലൈൻ പാടും. ഇതൊരു തെറ്റി പറഞ്ഞതാണ്. എല്ലാവരും മാപ്പാക്കണം. എനിക്ക് പാടാൻ അറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഗാനം ഒന്ന് ഈ ആലപിച്ചവർ തന്നെ ഇമ്രാൻ 10 മിനിറ്റ് പാട്ട് പാടാൻ പറഞ്ഞില്ലേ? ഇവിടെ എന്റെ പവർ സ്റ്റാർ ബാബു ചേട്ടൻ എനിക്ക് വേണ്ടി ഒരു 2 വരി പാടും. പാടോ? വരൂ, വരൂ. ആക്ഷൻ ഹീറോ ആന്റണി ബാഡ് ബോയ് സ്റ്റീവിന് വേണ്ടി ഒരു പാട്ട്. റെഡിയാണ്. ബാബുച്ചേട്ടൻ തന്നെ പാടിയ പാട്ടാണ്. റെഡി? ഓക്കെ, പ്ലേ. അതല്ല, ബാബുച്ചേട്ടൻ വേറെ പാട്ട് പാടും. എന്നെ ഹൈദരാബാദ് 5 മിനിറ്റ് അവിടെ നിൽക്ക്, ഞങ്ങള് ഡീൽ ചെയ്യാം. ഇയാളത് മൊത്തം മുളകൂട്ട പരിപാടി. ഞാൻ ഇവിടെ നിന്ന് നിർത്തി. ഇനി നാളത്തെ ടൈറ്റിൽ വരുന്ന എന്നെ കൊളവാക്കിയെന്ന് പറഞ്ഞു. റെഡി ബാബുച്ചേട്ടൻ? ബാബുച്ചേട്ടന് വേണ്ടി ഒന്നുകൂടി ഒരു കൈയടി. ബാബുച്ചേട്ടന് ഇഷ്ടപ്പെട്ട പാട്ട്. ബാബുച്ചേട്ടന് ഇഷ്ടപ്പെട്ട പാട്ട് എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്ത് പ്ലീസ്. തീർച്ചയായിട്ടും ഇല്ലേ? ബാഡ് ബോയ്സ് നീ അടുത്തത് നമ്മുടെ ഈ ആരംഭം തുളുമ്പും പരിയക്കുട്ടിയും ഇമ്രാനും എല്ലാവരും കാണും. എല്ലാവരും ഡാൻസ് ചെയ്യണം. ഈ പാട്ട് തന്നെയാണ് നമ്മൾ പാടാൻ പോകുന്നത് ലൈവായിട്ട്. ബാല എല്ലാവർക്കും നല്ലൊരു കൈയടി പ്ലീസ്. അപ്പൊ നമുക്ക് നമ്മുടെ ടീം ഇവിടെ നല്ല കൈയടി. ടീമിന്റെ ഒരു പാട്ടില്ലാതെ എങ്ങനെയാ? അല്ല ടീമ് എല്ലാവരും ടീം വിളിക്കുക. ഒന്ന് വിളിച്ചേ. ടീം ഞാനൊരു സിനിമയിൽ വേഷം ചെയ്തിട്ടുണ്ട്. കുറെ നാളായിട്ട് സിനിമകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഫ്ലവേഴ്സ് സ്റ്റാറിലാണ് ഞാൻ കണ്ടേക്കുന്നത്. ദളപതി വിജയ് സാറിന്റെ ഇടികൊണ്ട ആളാണ്. ഇടികൊള്ളുന്ന വേഷമല്ല ഇതില്, കോമഡിയാണ് ചെയ്തേക്കണ. 2-3 സീനേ ഉള്ളൂ. റഹ്മാൻ സാറിന്റെ കൂടെ നമ്മുടെ ബാബുവിൻ സാറിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട്. ടീമേ, എന്റെ ഈ സിനിമയിലെ ഡയലോഗ് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ? ഒരു കൈ തരുവാ. മുട്ടോളം ചോരയിൽ മുങ്ങി നിന്ന് ഇടിക്കുന്ന ടീമാണ് ഇവിടുത്തെ കിടിലൻ